ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ വൈകിട്ട് നോമ്പുതുറ വിഭവങ്ങളുടെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് നല്ല പോലെ കുറവാണ്, അതുപോലെ തന്നെ കമൻറ്റും കുറവാണ്. ഇപ്പോൾ കമൻറ്റ് കുറച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പുതിയ കുറേ ഫ്രണ്ട്സിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതുതായി വന്നിട്ടുള്ള ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ഇന്നലെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. ഉണ്ണികൾക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കണ്ട, അത് ചൂടാക്കിയാൽ മതി എന്ന് പറഞ്ഞ കാരണം ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചൂടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, കാലത്ത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കറി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം ഞാൻ ഇപ്പോൾ കാലത്ത് തന്നെ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ പപ്പടം ചോറും കറിയും കൂടിയിട്ടാണ് ഇന്ന് കാലത്ത് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നല്ല വെയിൽ വന്നു തുടങ്ങുന്നുണ്ട്, അപ്പോഴേക്കും വേഗം ഒന്ന് അടിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രമേ ഞാനിപ്പോൾ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊന്നും എനിക്ക് ക്യാമറ വയ്ക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ അവിടെ ഒന്നും ക്യാമറ വയ്ക്കണ സ്പേസ് ഉള്ളിടത്താണെങ്കിൽ അടിച്ച് വരാനില്ല. ഇന്നലെ വൈകിട്ട് അടിച്ച് വരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ കിടക്കയൊക്കെ ഒന്ന് അലങ്കോലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സുഡാപ്പിയാണെന്നുണ്ടെങ്കിൽ കുളിക്കുകയാണ്. അപ്പോൾ അവൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും വേഗം ഇവിടെ അടിച്ചൊന്ന് വാരണം, കിടക്കി വിരിക്കണം. ഇല്ലെങ്കിൽ അവൻ അങ്ങോട്ട് നടന്ന് ഒക്കെ കിടക്കയിലേക്ക് തന്നെ ചവിട്ടി കയറും ചെയ്യും, സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, അവൻ കുളിക്കാൻ പോയ നേരം കൊണ്ട് വേഗം ഓടി വന്നത് കേട്ടോ. അപ്പോൾ ആൾ ഒറ്റയ്ക്ക് കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ആൾക്ക് ഒറ്റയ്ക്ക് കുളിച്ചാലേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ സോപ്പൊക്കെ ഇട്ട് കുറേ നേരം നിൽക്കണം കേട്ടോ ആൾക്ക് കുളിക്കാനായിട്ട്. സോപ്പ് ചൊറിച്ച് നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെ ആളുടെ കുളിയൊക്കെ അവിടെ കഴിഞ്ഞ് ആളുടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വരുമ്പോഴേക്കും വേഗം അടിച്ചും കൂടി ഒന്ന് വാരിയെടുക്കാമല്ലോ, എന്നിട്ട് വേഗം ഒന്ന് തുടയ്ക്കാം. അപ്പോൾ ആ ദിവസം അവനെ കുളിക്കണം നോക്കി നിൽക്കണ കാരണം കൊണ്ട് എനിക്ക് വേഗം ഈ പണികളൊന്ന് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അധികം പണികളൊന്നും ഇല്ല. കാലത്തെ പണികളൊക്കെ ഒന്ന് ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ച് വാരി തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കും 10 ദിവസം കുളിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പിള്ളേരുടെ പുറകെ ഓടാൻ തന്നെ സമയമുള്ളൂ കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം നമ്മൾ ഒരു 3-4 പ്രാവശ്യം തുടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ അടിച്ച് വാരൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം എന്നല്ല കേട്ടോ, അതിൽ കൂടുതലായിരിക്കും കേട്ടോ. എന്ത് കടിച്ചാലും നിലത്തിടൽ അല്ലെങ്കിൽ കളിസാധനങ്ങൾ വാരിയിടുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വീണ്ടും അടിച്ച് വാരും. പിന്നെ 10 ദിവസമുള്ള കാരണം കൊണ്ട് ഉറുമ്പും വേഗം വരുമല്ലോ. അവൾ ഓരോന്നിങ്ങനെ തിന്നണതൊക്കെ നിലത്തൊക്കെ ഇങ്ങനെ കളയണ കാരണം, പ്രത്യേകിച്ച് മധുരമുള്ളതൊക്കെ ഇങ്ങനെ കളയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറുമ്പ് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് 2-3 പ്രാവശ്യം തന്നെ അടിക്കലും തുടയ്ക്കലൊക്കെ വേണ്ടി വരും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. പിന്നീട് അപ്പോൾ ജീരകക്കഞ്ഞി മോൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിവാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നത് ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് യൂട്യൂബിൽ കുറേ ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസ് ഞാൻ ഇതേപോലെ സപ്പോർട്ട് കാണാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഇന്ദുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിലിങ്ങനെ അട ഉണ്ടാക്കണത് കണ്ടിട്ടോ, ഇലയട ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാഗ്രഹം ഇലയട തിന്നാന്ന് വെച്ചാൽ കുറേ നോമ്പ് തുടങ്ങിയിട്ട് ഞാൻ ഇട ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞങ്ങളവിടെയൊക്കെ പൂവാടയൊക്കെ നോമ്പിനൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കയ്യിലൊക്കെ പരത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കോലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് നീട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് ഞാൻ നാളികേരം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കളറിന് വേണ്ടി മാത്രം ചേർത്തതാണ് കേട്ടോ, മധുരത്തിന് ചേർക്കാനായിട്ടില്ല കേട്ടോ. പിന്നെ ബാക്കി ഞാൻ പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 2 ഏലക്കായ പൊടിച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാനൊന്ന് അടുപ്പത്തൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട് കേട്ടോ, പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട്, തട്ടൊന്ന് വെച്ച് കൊടുത്ത് ഇനി ഇതൊക്കെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇനിയിപ്പോൾ തുണികളൊന്ന് കുറച്ച് മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ അലക്കിയതിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മടക്കി വയ്ക്കണം. അപ്പോൾ അതൊന്ന് മടക്കി വയ്ക്കുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റ് മാത്രമേ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. വേറെ ഒന്നുമല്ല, ഞാനിത് പുഴുങ്ങിയല്ല, നമ്മൾ മാവ് ഞാൻ തിളച്ച വെള്ളത്തിലാണ് വാട്ടിയെടുക്കുക ചെയ്തത് കേട്ടോ, അടുപ്പത്ത് വെച്ചിട്ട്. അത് കാരണം കൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ.
പിന്നെ ഞാൻ ബാക്കിയുള്ള മാവ് കുറച്ച് അധികം മാവ് വാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി നൂലപ്പം കൂടി ഉണ്ടാക്കാം. പിന്നെ കുറേ ദിവസമായിട്ടോ നോമ്പ് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ നൂലപ്പം നാളികേരപ്പാൽ കൂട്ടിയിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ഇന്നലെ സുഡു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കൂടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തട്ട് നേരത്തെ അട പുഴുങ്ങിയെടുത്ത ആ തട്ടിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ 1 സെക്കൻഡ് വേണ്ടി വരുള്ളൂ കേട്ടോ. വേഗം വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം എടുത്തിടാനായാലും സുഖമാകും. മറ്റേതാകുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പാത്രം തട്ടൊക്കെ കഴുകി വൃത്തിയാക്കാനൊക്കെ കുറച്ച് പാടല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ കഴിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.